ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 9ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ സുകൃതഹാരങ്ങൾ എന്ന പാഠഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആ ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിചയപ്പെട്ടേക്കാം. പാഠത്തിൻ്റെ പേര് സുകൃതഹാരങ്ങൾ എന്നാണ്. സുകൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കുക. സുകൃതഹാരങ്ങൾ എന്ന തലക്കെട്ടിൻ്റെ ഔചിത്യം പരിശോധിക്കുക. നോക്കുക, സുകൃതഹാരങ്ങൾ എന്നാൽ പുണ്യപുഷ്പങ്ങൾ എന്നാണ് അർത്ഥം. സെറ്റാക്കുക. സുകൃതഹാരങ്ങൾ എന്നാൽ പുണ്യപുഷ്പങ്ങൾ എന്നാണ് അർത്ഥം. ജലാശയങ്ങളെ പുണ്യതീർത്ഥങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ജലം പുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. മാതങ്കി പകർന്നു നൽകിയ ഓരോരോ തുള്ളിയും ഓരോരോ മുത്തുകളായി തീർന്ന് അവസാനമില്ലാത്ത സത്പ്രവൃത്തിയുടെ ഹാരമായി മാറുന്നു. ജാതി ചിന്തക്കെതിരെയുള്ള എല്ലാ തരത്തിലുള്ള വിവേചനത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ് സുകൃതം നൽകുന്നത്. സ്ത്രീ എന്ന നിലയിലും മാതങ്കിക്ക് ഏറ്റവും അധികം സന്തോഷവും സംതൃപ്തിയും ഉണ്ടാക്കിയ പ്രവൃത്തിയാണ് തൊട്ടുകൂടായ്മക്കെതിരെ ദാഹജലത്തിലൂടെ നടത്തിയ ഫലപ്രദമായ പ്രയത്നം. ഇതിനാൽ സുകൃതഹാരങ്ങൾ എന്ന തലക്കെട്ട് അനുയോജ്യമാണ്. സെറ്റാണല്ലോ? ഒന്നുകൂടി കേട്ട് വെക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ. മാതങ്കി ഇങ്ങനെ ചോദിക്കാൻ ഇടയായത് എന്തുകൊണ്ടാവാം? നോക്കുക, ഒരു കാലഘട്ടത്തിലെ ജാതീയതയെ കൃത്യമായി പരാമർശിക്കപ്പെടുന്നതാണ് ഈ ഭാഗം. ജാതീയതയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ ഒരുപാട് സാമൂഹിക അസമത്വങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഉയർന്ന ജാതിയിലുള്ളവരുമായി കൃത്യമായി എല്ലാ മേഖലയിലും അകലം പാലിച്ചാണ് താഴ്ന്ന ജാതിക്കാർ ജീവിക്കേണ്ടിയിരുന്നത്. ഭക്ഷണം കഴിക്കുന്നിടത്തും വഴി നടക്കുന്നിടത്തും പഠനം നടക്കുന്നിടത്തും ആരാധനാലയങ്ങളിലും ഈ ഒരു തൊട്ടുകൂടായ്മകൾ പ്രകടമായിരുന്നു. ഈ അവസരത്തിലാണ് ഉയർന്ന കുലത്തിൽ ജനിച്ച ബുദ്ധ സന്യാസിക്ക് താൻ വെള്ളം നൽകിയാൽ തനിക്ക് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ശിക്ഷാ നടപടികളെ ഭയന്ന് മാതങ്കി ഇങ്ങനെ ചോദ്യം ഉന്നയിക്കുന്നത്. സെറ്റാണോ മക്കളെ? സെറ്റാണോ? ഒന്നുകൂടി നോക്കിക്കേ. ഒരു കാലഘട്ടത്തിലെ ജാതീയതയെ കൃത്യമായി പരാമർശിക്കപ്പെടുന്നതാണ് ഈ ഭാഗം. ജാതീയതയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ ഒരുപാട് സാമൂഹിക അസമത്വങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഉയർന്ന ജാതിയിൽ ഉള്ളവരുമായി കൃത്യമായി എല്ലാ മേഖലയിലും അകലം പാലിച്ചാണ് താഴ്ന്ന ജാതിക്കാർ ജീവിക്കേണ്ടിയിരുന്നത്. ഭക്ഷണം കഴിക്കുന്നിടത്തും വഴി നടക്കുന്നിടത്തും പഠനം നടക്കുന്നിടത്തും ആരാധനാലയങ്ങളിലും ഈ ഒരു തൊട്ടുകൂടായ്മകൾ പ്രകടമായിരുന്നു. ഈ അവസരത്തിലാണ് ഉയർന്ന കുലത്തിൽ ജനിച്ച ബുദ്ധ സന്യാസിക്ക് താൻ വെള്ളം നൽകിയാൽ തനിക്ക് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ശിക്ഷാ നടപടികളെ ഭയന്ന് മാതങ്കി ഇങ്ങനെ ചോദ്യം ഉന്നയിച്ചത്. സെറ്റാണല്ലോ? 2 ചോദ്യങ്ങളും 2 ഉത്തരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, താങ്ക് യു.